പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ പാകിസ്ഥാനെതിരെ ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ പുറത്ത്. ലോക ഭൗമ രാഷ്ട്രീയത്തെ അവിടെ നടക്കുന്ന രീതിയിൽ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമമായ CBS ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചയിൽ മധ്യസ്ഥയായി തന്നെ നിലനിൽക്കേണ്ട അല്ലെങ്കിൽ നിലകൊണ്ടിരുന്ന പാകിസ്ഥാൻ ആകട്ടെ അതേസമയം രഹസ്യമായി തന്നെ ഇറാനിയൻ സൈനിക വിമാനങ്ങൾക്ക് സ്വന്തം വിമാനത്താവളത്തിൽ അഭയം നൽകിയെന്നതായിരുന്നു റിപ്പോർട്ട്. റവേൽപിണ്ടിയിലെ നിർണായക സൈനിക കേന്ദ്രമായ നൂർഖാൻ എയർബേസ് ഉൾപ്പെടെ തന്നെ വിവിധ വ്യോമതാവളങ്ങളിൽ ഇറാനിയൻ യുദ്ധവിമാനങ്ങളെയും ചാരവിമാനങ്ങളെയും പാർക്ക് ചെയ്യാൻ പോലും പാകിസ്ഥാൻ അനുമതി നൽകിയെന്ന വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്തുണയുമായി തന്നെ ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കം പുറത്തു വന്നതും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതോടുകൂടി തന്നെ അമേരിക്കയുടെയും വലിയ രീതിയിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെയും വിശ്വാസം നേടിയെടുക്കാൻ മധ്യസ്ഥയാകാൻ ശ്രമിച്ച പാകിസ്ഥാൻ ഇവിടെ ഇരട്ടത്താപ്പ് നയമാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്നതാണ് മറ്റൊരു വശത്തു നിന്നും ഉയരുന്ന വലിയ രീതിയിലുള്ള ഒരു വിമർശനം എന്നത്. മറുവശത്താകട്ടെ ഇറാന്റെ സൈനിക നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്നതും വളരെയധികം ഞെട്ടിക്കുന്ന ഒന്നായി തന്നെ മാറുകയാണ്. ഇത് പാകിസ്ഥാനെതിരായ പ്രധാന ആരോപണമായി തന്നെ ഇപ്പോൾ അമേരിക്ക അടക്കം ഉന്നയിക്കുകയാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെയും സൈന്യത്തിന്റെയും ഈ നീക്കത്തെ അന്തർദേശീയ നിരീക്ഷകർ ആസൂത്രിത അവ്യക്തതയും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം എന്നതാണ് വിശേഷിപ്പിക്കുന്നത്. മധ്യസ്ഥത വഹിക്കാൻ തങ്ങളുടെ ആഗോള സ്വീകാര്യത തെളിയിക്കാൻ വേണ്ടി പല രീതിയിലും പാകിസ്ഥാൻ അവിടെ പല അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പുതിയ വെളിപ്പെടുത്തലോടുകൂടി തന്നെ ആ ഒരു അവകാശവാദം വലിയ തിരിച്ചടിയായി തന്നെ മാറുകയാണ്. ഇതിനിടെ തന്നെ അമേരിക്കൻ രാഷ്ട്രീയ രംഗത്തു നിന്നും ശക്തമായ പ്രതികരണങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. അതേപോലെ തന്നെ ട്രംപ് ഭരണകൂടത്തിന്റെ വലിയ സ്വാധീനമുള്ള റിപ്പബ്ലിക്കൻ നേതാവ് പാകിസ്ഥാന്റെ മധ്യസ്ഥത പൂർണ്ണമായും തന്നെ പരിശോധിക്കാൻ ഇവിടെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളിൽ ഇറാൻ സൈനിക വിമാനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നുണ്ടെങ്കിൽ അമേരിക്ക പുതിയ മധ്യസ്ഥരെ തേടണം എന്നത് തന്നെയാണ് ഇവിടെ ഒരു മുന്നറിയിപ്പായി തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ലോക നയതന്ത്ര വേദികളിൽ ഉയരുന്ന പ്രധാന ചില ചോദ്യങ്ങളടക്കം എടുത്തു പറയുന്നുണ്ട്. പാകിസ്ഥാൻ ആകട്ടെ ഇരട്ട നയമാണ് ഇവിടെ കളിക്കുന്നത്. അമേരിക്ക പാകിസ്ഥാൻ ബന്ധത്തിൽ പുതിയ പ്രതിസന്ധികൾ ഉടലെടുത്തിരിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള മധ്യസ്ഥ അല്ലെങ്കിൽ ആ ഒരു മധ്യസ്ഥ ചർച്ചയിൽ പാകിസ്ഥാൻ അവിടെ മുൻപന്തിയിൽ ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളടക്കം ഉയർന്നു കേൾക്കുകയാണ്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനം ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ്. ദീർഘനാളായി തന്നെ ഇരു രാജ്യങ്ങളും അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടത്തി വരുന്നു. ലോകത്തിന്റെ ഫാക്ടറിയായ ചൈനയുടെ എണ്ണ കുഴലുകളുടെ നിയന്ത്രണം അത് കൈപ്പിടിയിലാക്കാൻ പല രീതിയിലും ചർച്ചകളിൽ മാനസികമായി തന്നെ മേധാവിത്വം തേടാൻ ട്രംപ് പല രീതിയിലും ശ്രമങ്ങൾ നടത്തി. അത് മിക്കവാറും പൊളിഞ്ഞു എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ വെനസ്വേലൻ പ്രസിഡന്റുമായി അദ്ദേഹത്തെ അട്ടിമറിച്ചതും ഇറാനിയൻ ആക്രമണം നടത്തിയതും ഒക്കെ തന്നെ ഈ ഉദ്ദേശത്തിന്റെ ഭാഗമായി തന്നെയാണ് എന്നതാണ് നിരീക്ഷകരടക്കം വ്യക്തമാക്കുന്നത്. ആദ്യത്തേത് വിജയിച്ചുവെങ്കിൽ പോലും രണ്ടാമത്തേത് മിക്കവാറും പൊളിഞ്ഞ നിലയിലാണ് എന്നതാണ് കൂടുതലായി തന്നെ ഇവിടെ വ്യക്തമാക്കുന്നത്. മുന്നിൽ കണ്ട് വലിയ തോതിലുള്ള എണ്ണ സംഭരണ ശേഷി കൈവരിച്ച ചൈന ഇറാൻ യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടു എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളടക്കം പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്താനുണ്ടായ കാരണം പാകിസ്ഥാൻ ഇരട്ടത്താപ്പ് നയം അവിടെ സ്വീകരിച്ചതാണോ അല്ലെങ്കിൽ പാകിസ്ഥാൻ അമേരിക്കയെ ചതിച്ചത് കൊണ്ടാണോ ഇത്തരത്തിൽ ട്രംപ് വീണ്ടും അദ്ദേഹത്തിന്റെ കളം മാറ്റി ചവിട്ടിക്കൊണ്ട് ചൈനയുമായി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ഇവിടെ നടത്തിയതെന്ന ചോദ്യങ്ങളടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.